മോട്ടോറോള ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ മോട്ടോ G82 5G. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ബോക്സ് കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരത്തിലൊരു മനോഹരമായ TPU കേസ്, സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, USB Type-C ചാർജിംഗ് പോർട്ട് എന്നീ കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ഉള്ളത്. ഡിസ്പ്ലേക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണ മോട്ടോ G82 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത്. 6.6 ഇഞ്ചിൻ്റെ 10-bit pOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളിൽ പോലും പലപ്പോഴും കാണാറില്ലാത്ത 10-bit മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, അതും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല HDR10+ൻ്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൂടാതെ 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ഹാനികരമാകാതിരിക്കുന്നതിന് വേണ്ടി DC ഡിമ്മിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 1000 nits ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത്തരം ഒരു ബ്രൈറ്റ്നസിനെ. അതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു തകരാറുമില്ല. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ കുറച്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എന്നിട്ടും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 402 ആണ് ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച്. ഫുൾ HD+ റെസൊല്യൂഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തൂടെ ലഭിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു കളർ തന്നെയാണ് അതുകൊണ്ട് തന്നെയും ഈ ഒരു ഡിസ്പ്ലേയിൽ ലഭിക്കുന്നത്. ഈ ഒരു pOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഫോണിനകത്ത് ബ്ലാക്ക് കളറുകളെല്ലാം നല്ല പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വ്യൂയിങ് ആംഗിളൊക്കെ അതിമനോഹരം തന്നെയാണ്. ഡിസ്പ്ലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് 100-ൽ 100 മാർക്ക്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുണ്ടെങ്കിൽ അത് നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു എന്ന് പറയട്ടെ. മോട്ടോ G82 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. വളരെ സ്ലീക്കായിട്ടുള്ള, വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള, വളരെ പ്രീമിയം ആയിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് മോട്ടോറോള നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെറും 7.99 മില്ലിമീറ്റർ മാത്രമാണ്. വളരെ ലൈറ്റ് വെയിറ്റ്, വെറും 173 ഗ്രാം ഭാരം മാത്രം. അക്രിലിക് ഗ്ലാസ് ബാക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് പോലുള്ളൊരു ബാക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മോട്ടോറോളയുടെ ലോഗോ കാണാം. ബാക്കിൽ പ്രധാനമായിട്ടും 3 ക്യാമറകളും ഇത്തരം ഒരു LED ഫ്ലാഷ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെ ഇതുപോലെ മോട്ടോറോള എന്ന് എഴുതിയിട്ടുമുണ്ട്. എന്ത് തന്നെയായാലും ഡിസ്പ്ലേ പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ മോട്ടോറോള G82 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നു. ഡിസ്പ്ലേയും ഡിസൈനും കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ്രോയിഡിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് 12 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മറ്റ് ബ്രാൻഡുകളെ പോലെ ഒരു യൂസർ ഇൻ്റർഫേസും ഇതിനകത്ത് നൽകിയിട്ടില്ല. പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്ന ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഗൂഗിളിൻ്റേതായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ മാത്രമേ അല്ലാതെ നൽകിയിട്ടുള്ളൂ. അത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. ഈ ഒരു ഇത്തരത്തിൽ ആപ്ലിക്കേഷനുകൾ, ബ്ലോട്ട്വെയർസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കും. യാതൊരുവിധ ലാഗൊന്നുമില്ല. നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആൻഡ്രോയിഡ് 12 ആണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് 13ലേക്കുള്ള ഒരു അഷ്വേർഡ് അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. കൂടാതെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ മോട്ടോറോള വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ സൈഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പക്കയാണെന്ന് പറയേണ്ടി വരും. മറ്റ് സ്മാർട്ട് ഫോണുകൾ, അതായത് യൂസർ ഇൻ്റർഫേസ് അഡീഷണൽ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെയും യാതൊരുവിധ ലാഗൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യും. മാത്രമല്ല ബാറ്ററി പെർഫോമൻസും മറ്റ് സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആകാനുള്ള സാധ്യത ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഉണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിജയത്തിൽ നിർണായകമാകുന്ന മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് ആണ്. സ്നാപ്ഡ്രാഗൺ 695 എന്ന 5G പ്രോസസർ, അതും 6nm പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 695 എന്ന പ്രോസസർ വരുന്ന നിരവധി സ്മാർട്ട് ഫോണുകൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മൾ 695 എന്ന പേര് കേൾക്കുമ്പോൾ വിചാരിക്കും അതൊരു 6 സീരീസ് പ്രോസർ ആണെന്ന്. പക്ഷേ ഈ ഒരു 695 എന്ന പ്രോസറിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ അതൊരു 7 സീരീസ് പ്രോസസ്സറുകൾ നൽകുന്ന ഒരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കും. AnTuTu ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ഒരു സ്കോറിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 4 ലക്ഷത്തിന് അടുത്ത് തന്നെ, 4 ലക്ഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, AnTuTu സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കും, എസ്പെഷ്യലി ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മികച്ച ഒരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 13 5G ബാൻഡുകളുടെ സപ്പോർട്ടുണ്ട്. മോട്ടോറോള പറയുന്നത് 5G ഉള്ള ലോകത്തെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെയുള്ള 5G ബാൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ആകുമെന്നാണ്. കാരണം അത്രയധികം 13 ബാൻഡുകൾ ഈ ഫോണിൽ 5Gയുടെ സപ്പോർട്ടായി നൽകിയിരിക്കുന്നു. ഫോണിനകത്ത് 6GB 8GB എന്നീ 2 റാം വേരിയന്റുകളും 128GB എന്ന ഒരൊറ്റ റോം വേരിയന്റുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. ഫോണിനകത്ത് നൽകിയിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാമും സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UMCPയുമാണ്. ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഫോൺ മാത്രമാണ് ഒരു പ്ലാസ്റ്റിക് ലിറ്റിങ് തരണം. ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 3 ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രൈമറി ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സലിന്റെ, അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ആദ്യമായിട്ടായിരിക്കും 50 മെഗാ പിക്സൽ വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകുന്ന ക്യാമറ നൽകുന്നത് പോലും. അതുപോലെ സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ക്യാമറ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡെപ്ത് സെൻസറായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമത്തെ ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ നൽകിയിരിക്കുന്നു. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളിൽ 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളൊക്കെ എടുത്തു നോക്കി, വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കി. ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ഇതുവരെ പറഞ്ഞ ഓരോ വിഭാഗങ്ങൾ, അതായത് ഡിസൈൻ, ഡിസ്പ്ലേ ഒക്കെ പോലെ നോക്കുമ്പോൾ അതെല്ലാം ഏറ്റവും ടോപ്പ് നോച്ച് ആയിരുന്നു എങ്കിൽ ക്യാമറയിലേക്ക് വരുമ്പോൾ ഓക്കെ എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ലോ ലൈറ്റിലൊക്കെ ഞാൻ എടുത്ത ഫോട്ടോകളിൽ ബ്ലാക്ക് ഒക്കെ അല്പം ഒരു ലൈറ്റ് ബ്ലൂ ടിൻറ്റ് വരുന്നതായിട്ട് എസ്പെഷ്യലി ലോ ലൈറ്റിൽ തോന്നുന്നുണ്ട്. പക്ഷേ ബ്രൈറ്റ് ലൈറ്റിൽ മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഓക്കെ എന്ന് പറയുന്നുള്ളൂ. ഒരു ഭയങ്കര പെർഫോമൻസ് ക്യാമറയിൽ പ്രതീക്ഷിക്കേണ്ട, എന്നിരുന്നാലും ഒരു മീഡിയം പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ HD 30 ഫ്രെയിംസ് പെർ സെക്കൻഡോ അല്ലെങ്കിൽ ഫുൾ HD 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ HD 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാനാവൂ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷൻ വീഡിയോ ഷൂട്ടിംഗ് മറന്നേക്കുക. അത്തരം ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്യാമറ നൽകിയിട്ടില്ല. ഈവൻ 2K പോലും നൽകിയിട്ടില്ല. ഫുൾ HD 60 ആണ് മാക്സിമം ബാക്ക് ക്യാമറ, ഫുൾ HD 30 ആണ് മാക്സിമം ഫ്രണ്ട് ക്യാമറ. അത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല, ഒരു മീഡിയം പെർഫോമൻസ് മാത്രമേ അതുകൊണ്ട് തന്നെ കാഴ്ചവെക്കുന്നുള്ളൂ. ഫോണിൽ NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. മെറ്ററൈറ്റ് ഗ്രേ, വൈറ്റ് ലില്ലി എന്നീ 2 കളർ വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. നമ്മളിവിടെ പരിശോധിക്കുന്നത് മെറ്ററൈറ്റ് ഗ്രേ എന്ന കളർ വേരിയന്റ് ആണ്. ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ട് പവർ ബട്ടണിലാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റ് ആയിട്ടൊക്കെ അൺലോക്ക് ആകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ആണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് നൽകാമായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോൺ പക്ഷേ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി സ്റ്റീരിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ട് മികച്ച സൗണ്ട് എക്സ്പീരിയൻസ്, നല്ല വോളിയം, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമ്മൾ ഇതുപോലെ പാട്ട് ഹൈ വോളിയത്തിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു മീഡിയം രീതിയിലൊരു വൈബ്രേഷൻ നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിൻ്റെ സ്ലീക്ക് ഡിസൈൻ ആയതുകൊണ്ടായിരിക്കണം. വളരെ തിന്നായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല. അത് എനിക്ക് കിട്ടിയ ഈ ഒരു റിവ്യൂ യൂണിറ്റിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണോ എന്നും അറിയില്ല. എന്തെന്നായാലും ഈ ഒരു ഭാഗത്ത്, ഈ ക്യാമറയുടെ ഈ ഒരു ഭാഗത്ത് സ്പീക്കറിൻ്റെ, അതായത് ഡ്യുവൽ സ്പീക്കറിൻ്റെ രണ്ടാമത്തെ സ്പീക്കറിൻ്റെ ഒരു വൈബ്രേഷൻ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, ഒന്നും പറയാനില്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് അതിമനോഹരം. ഞാനിപ്പോൾ ഒന്നും പറയേണ്ട, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിലവിൽ കാണുമ്പോൾ തന്നെ അറിയാം. മനോഹരമായിട്ടുള്ള കളർ റീപ്രൊഡക്ഷൻ, നല്ല ക്വാളിറ്റി. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റിയെക്കുറിച്ച് ഇനിയും പറയാൻ വാക്കുകളില്ല. അത്രയും ക്വാളിറ്റി നിറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ, മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സിം ടൈപ്പ് ഈ ഒരു ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരേ സമയം
ഒരു നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ ഒരേ സമയം 2 നാനോ സിം കാർഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. ഓക്കെ, ഡീസൻറ്റ്. അപ്പോൾ മോട്ടോ G82 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ നമ്പർ 1, 100-ൽ 100 മാർക്ക്. നമ്പർ 2, ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഡിസൈൻ, വളരെ തിന്നായിട്ടുള്ള, വളരെ സ്ലീക്കായിട്ടുള്ള, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. മൂന്നാമത്തേത് അതിമനോഹരമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യാതൊരുവിധ ബ്ലോട്ട് വേസുകളില്ല, മികച്ച ഫ്ലൂയിഡിറ്റി ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നാലാമത്തേതെന്ന് പറയുന്നത് മികച്ച ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അഞ്ചാമത്തേത് ഓക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ. ഇതിൻ്റെ ഉള്ള ചില ഡ്രോബാക്കുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആൾറെഡി വീഡിയോയിൽ ആ ഓരോ ഭാഗങ്ങളും പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 4K സപ്പോർട്ട് ക്യാമറയിൽ നൽകിയിട്ടില്ല എന്നുള്ളതും, വേണമെങ്കിൽ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് ഇൻ ഡിസ്പ്ലേയിൽ കൊടുക്കാമായിരുന്നു എന്നുള്ളതും, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക. അതൊരു വലിയ പ്രശ്നമായിട്ട് പറയുകയല്ല, വാങ്ങുന്നവർ പിന്നെ വാങ്ങിക്കഴിയുമ്പോൾ ഇതിനകത്ത് വൈബ്രേഷൻ ഉണ്ടല്ലോ എന്ന് തോന്നരുത്. ദാറ്റ്സ് ഓൾ. അതൊരു വലിയ കുറവായിട്ടൊന്നും പറഞ്ഞല്ല. ഈ 3 കാര്യങ്ങൾ ആണ് ഇതിനകത്തൊരു കുറവായി എനിക്ക് ഫീൽ ചെയ്തത്.